ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പൂനെയിലെ വാക്സ് മ്യൂസിയത്തിലോട്ടാണ്. നമുക്കിപ്പോൾ ഗൈസ് അതുവഴി പോയപ്പോഴായിരുന്നു കേട്ടോ മാപ്രോ മാള് കണ്ടത്. അപ്പോൾ ഞങ്ങൾ വെച്ച് മാപ്രോ മാളിൽ കൂടെ കയറിയിട്ട് പോകാമെന്ന്. ഗൈസ് ചെറിയൊരു ഗാർഡൻ ഒക്കെ പോലാണ് കേട്ടോ ഇതിനകം ഉള്ളത്. ഗൈസ് ചെറിയൊരു കുളവും വാട്ടർഫോൾസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഗൈസ് അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ കുറേ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഐസ്ക്രീമൊക്കെ മേടിക്കാം. അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. ഡ്രസ്സിൻ്റെ കുറച്ച് ഷോപ്സ് ഉണ്ട്. പിന്നെ ഗൈസ് ഒരു കഫറ്റേരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര കത്തുന്ന വിലയാണെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഗൈസ്. നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അവിടെ. കണ്ടോ ഗൈസ്, സ്ട്രോബെറി കാറാണ്. സ്ട്രോബെറി കാർ കണ്ടോളൂ. സ്ട്രോബെറിയുടെ കാർ എന്താ കണ്ടുപിടുത്തല്ലേ ഗൈസ്. ഇവിടെ കാണുന്നത് ആ വൈറ്റ് ഹൗസാണ് കേട്ടോ അവരെ കഫറ്റേരിയ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വേണം, പിസ്സ ആയാലും ബർഗർ ആയാലും എന്ത് വേണം കഴിക്കാം കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സൺലൈറ്റ് ഉണ്ടപ്പോൾ ഒരു ഫോട്ടോ കഴിച്ചതാണ് കേട്ടോ ഗൈസ്. നമുക്ക് നല്ല സൗകര്യമുള്ളൊരു ഗാർഡൻ പോലത്തെ സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്കിവിടെ വാഷ്റൂം ആയാലും കഫറ്റേരിയ ഉണ്ട്. പിന്നെ ഷോപ്പിംഗ് മാളും നാച്ചുറൽ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഗൈസ് ബട്ടർ കൊണ്ട് ഉണ്ടാക്കിയ കാജലൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ഗൈസ് ഗെയിം സെക്ഷൻ്റെ അവിടെ വന്നപ്പോൾ കുറേ താറാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എടുത്തോണ്ട് ഓടാനൊക്കെ തോന്നി, പക്ഷെ നടന്നില്ല കേട്ടോ ഗൈസ്. ഇതാണ് ഇതിൻ്റെ മെയിൻ പോർഷൻ. ഇതാണ് മാപ്രോ മാള് കേട്ടോ. അവിടെ കുറേ നമുക്ക് കഴിക്കാനായിക്കോട്ടെ കുടിക്കാനായിക്കോട്ടെ ടെസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സാധനമുണ്ട്. അവിടെ എന്തെല്ലാം സാധനമുണ്ടോ അതെല്ലാം നമുക്ക് ടെസ്റ്റ് ട്രയൽ പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഞങ്ങളിങ്ങനെ ഓടി നടന്ന് അതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് സ്ക്വയർ മാളിലെത്തിയിരിക്കുകയാണ്. സ്ക്വയർ മാളിൻ്റെ അകത്താണ് കേട്ടോ വാക്സ് മ്യൂസിയം ഉള്ളത്. ഇത് കണ്ടോ ഗൈസ്, പോടാ കുട്ടാ. അതേ സംബന്ധിച്ചിട്ട് ലിഫ്റ്റിൽ കയറാം. എവിടാ ലിഫ്റ്റ്? എവിടാ? ഗൈസ് അങ്ങനെ നമ്മൾ സ്ക്വയർ മാളിൻ്റെ മേളിൽ വന്ന് വാക്സ് മ്യൂസിയം എത്തി കേട്ടോ ഗൈസ്. ഈ വാക്സ് മ്യൂസിയം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മലയാളം തന്നെയാണ് കേട്ടോ. ഇത് ഒരാൾക്ക് 400 രൂപയാണ് കേട്ടോ ഇവിടെ കയറാനായിട്ട് എൻട്രി ഫീസ്. സുനിൽസ് വാക്സ് മ്യൂസിയം എന്നാണ് കേട്ടോ എൻ്റെ പേര്. പൂനെയിൽ. ഇനി നമുക്ക് വാക്സ് മ്യൂസിയത്തിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ കാണാം കേട്ടോ ഗൈസ്. ഇത് ഫുള്ള് മെഴുക് വെച്ചുണ്ടാക്കിയത് വാക്സ് മ്യൂസിയം ആണ് കേട്ടോ. പറഞ്ഞിരുന്നില്ല. ഇതാണ് അംബേദ്കർ, അല്ല സോറി, അതാണ് അംബേദ്കർ. ഇന്ന് ഫോട്ടോ എടുക്കട്ടെ. ഗാന്ധിജി ഉറങ്ങുന്ന ഗൈസ്. ചിരി ചിരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ BR അംബേദ്കർ. ഇതൊക്കെ ആരാന്ന് കൂടി അറിയത്തില്ല. വാ ദൈവമേ, ഞാൻ ഒറിജിനലാണ്. ഇതൊക്കെ ആരാന്നറിയാവോ? എന്തോ എഴുതിയിട്ടുണ്ട്. ബാ ആ കണ്ടു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാവുന്നവരെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ എടുക്കുന്നുണ്ട്. ബാ ഇവിടെ നിൽക്കുക, ഒരു ഫോട്ടോ എടുക്കാം. ഇവിടെ വാ, ഇവിടെ ഇന്ദിരാഗാന്ധി ചെല്ലേ അവിടെ നിൽക്കുക. ഇതോ
ഇതോ അല്ല, ആണോ? ആയിരിക്കും അല്ലേ. ഇവിടെ നിൽക്കുക. ഇന്ദിരാഗാന്ധിയുടെ നരേന്ദ്രമോദിയുടെ കൂടെ നരേന്ദ്രമോദി നിൽക്ക്, അവിടെ നിൽക്ക്. ഇതൊക്കെ ആരാണോ എന്തോ ഗൈസ്, ഇതൊക്കെ എവിടെ ഉള്ള ഗൈസ്. ഇയാളെ നിങ്ങൾക്കറിയാമോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. കണ്ടോ ഗൈസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. അയ്യോ ഗൈസ്, ഇതേ നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ. അയ്യോ, പേരെന്തായിരുന്നു? പേര് ഗൈസ്, ഇത് ക്രിക്കറ്റിൻ്റെ ധോണി. അയ്യോ, ഇതല്ല ധോണി, ഇത് ധോണി, ഇത് വിരാട് കോഹ്ലി, അമിതാഭ് ബച്ചൻ. ഗൈസ്, കരീന കപൂറിനെ കണ്ടോ? ആണോ? ആണ്. യെസ്, കരീന കപൂർ. യെസ് ഗൈസ്, സൽമാൻ ഖാൻ കണ്ടോ ഗൈസ്? സൽമാൻ ഖാനൊക്കെ കണ്ടോ ഗൈസ്? ചിലതൊക്കെ കണ്ട ഭയങ്കര ഒറിജിനാലിറ്റി തോന്നും കേട്ടോ. ഇതൊക്കെ ഹിന്ദി നടന്മാരൊക്കെ തന്നെ. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം സായിബാബയാണ്. അയ്യോ, എന്തോ പേരൊക്കെ മറന്നുപോയി ഗൈസ്. അല്ലേ, മദർ തെരേസ. കിടക്കുന്ന പേരൊന്നും കൊടുത്തിട്ടില്ല. മദർ തെരേസ എന്തുണ്ട്? ഇല്ലില്ല, പാവം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ ഗൈസ്? ഗൈസ്, നമ്മുടെ തമിഴ്നാട് ഫുള്ള് കയ്യിലെടുത്ത വിജയൻ ദളപതി. യെസ്, തമിഴ്നാട് ഫുള്ള് കയ്യിലെടുത്ത് ആറാടുകയാണ് വിജയണ്ണൻ. ഇപ്പോൾ തമിഴ്നാടെല്ലാം കൈയെടുത്തിരിക്കുക. ചിട്ടി റോബോട്ട്, മറ്റേ ഒരു മൂവിയിലുള്ള പുള്ളിക്കാരൻ, രജനീകാന്തിൻ്റെ ചിട്ടി റോബോട്ടുള്ള. അയ്യോ, കാണുന്നില്ലേ? പുള്ളിക്കാരൻ വലിയ ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. ആരാന്നും അറിയത്തില്ല. അതെ, ഇത്ര ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ കൊള്ളാം. മലയാളം നടന്മാരെ ആരുമില്ല, ഓൺലി ഹിന്ദിക്കാർ. നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ. ഇന്നലെ കൂടെ സ്പൈഡർമാൻ്റെ മൂവി കണ്ടതേ ഉള്ളൂ. മാളെ വലിയ പോകണമെന്നില്ലെങ്കിലും വാക്സിനേഷൻ അടിപൊളിയാണ് കേട്ടോ. ഹൊറർ ഫൈറ്റൊന്നും കയറിയില്ല. വാക്സിനേഷൻ അടിപൊളി ഗൈസ്. നിങ്ങൾ ഒരിക്കലും പൂനെ പോവുകയാണെങ്കിൽ ഈ സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ. സുനിൽസ് വാക്സ് മ്യൂസിയം എന്നാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.